നമസ്കാരം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് നേടിയ ചരിത്ര ജയത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ മേധാവിത്വം പൂർണ്ണമായി ഉറപ്പിച്ചിരിക്കുകയാണ് BJP. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ കേവലം 4 സംസ്ഥാനങ്ങളിലെ ഭരണമായിരുന്നു BJPയുടെ കൈവശമുണ്ടായിരുന്നത്. എന്നാൽ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ 22 ഇടങ്ങളിൽ NDA ഭരണം വ്യാപിച്ചു എന്നത് ഒരു രാഷ്ട്രീയ വിസ്മയമാണ്. തങ്ങളുടെ അടുത്ത ലക്ഷ്യം പഞ്ചാബാണെന്നും BJP ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത വർഷത്തോടെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാനാണ് പാർട്ടി പദ്ധതിയിടുന്നത്. എന്നാൽ ഇതിനിടയിൽ തെലങ്കാനയിലെ ചില നീക്കങ്ങളും ചർച്ചയാകുകയാണ്. ഈ ഘട്ടത്തിൽ തെലങ്കാന രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകുകയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദ നീക്കങ്ങൾ. ഹൈദരാബാദിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് രേവന്ത് റെഡ്ഡിയെ BJP ക്യാമ്പിലേക്ക് നർമ്മരൂപേണ ക്ഷണിച്ച മോദിയുടെ വാക്കുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുന്നതാണ് നല്ലത് എന്ന മോദിയുടെ പരാമർശം കേവലം ഒരു തമാശയല്ലെന്നും ദക്ഷിണേന്ത്യയിൽ ചൂടുറപ്പിക്കാൻ BJP ലക്ഷ്യമിടുന്നത് രേവന്തിനെയാണെന്നും ചില സൂചനകളുണ്ട്. തെലങ്കാനയ്ക്കും കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ആവശ്യത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു പ്രധാനമന്ത്രി മോദി ഈ പരാമർശം നടത്തിയത്. രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹം മോദിക്കൊപ്പം പോകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. RSSന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVPയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച രേവന്തിന് സംഘപരിവാർ ആശയങ്ങളുമായി പഴയൊരു ബന്ധമുണ്ട്. പിന്നീട് തെലുങ്ക് ദേശം പാർട്ടിയിലൂടെ വളർന്ന അദ്ദേഹം BJP ക്യാമ്പുകളിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഗുജറാത്ത് മോഡലിനെ പ്രസംഗത്തിൽ വാഴ്ത്തുന്ന രേവന്തിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ $3 ട്രില്യൺ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് തെലങ്കാന 10% സംഭാവന നൽകുമെന്ന് രേവന്ത് ഉറപ്പ് നൽകിയത് മോദിയുമായിട്ടുള്ള സഹകരണം ആഴത്തിലുള്ളതാണെന്നും വ്യക്തമാക്കുന്നു. മുൻ UPA സർക്കാർ ഗുജറാത്തിന് നൽകിയതിനേക്കാൾ കൂടുതൽ സഹായം തെലങ്കാനയ്ക്ക് മോദി വാഗ്ദാനം ചെയ്തതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തില്ലെന്ന് പറയുമ്പോഴും മോദിയും രേവന്തും തമ്മിലുള്ള കെമിസ്ട്രി തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. തെലങ്കാനയിൽ BRSന്റെ തകർച്ചയ്ക്ക് ശേഷം BJPയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം. എന്നാൽ രേവന്തിനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ തങ്ങളുടെ പക്ഷത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ തെലങ്കാന പിടിക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. മോദിക്ക് രേവന്തിനെ വേണമെന്നത് പരസ്യമായ രഹസ്യമാണ്. രേവന്തിന്റെ ഭരണശൈലിയും ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള കഴിവും BJPക്ക് ദക്ഷിണേന്ത്യയിൽ വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത് മോഡൽ വികസനം പോലെ തെലങ്കാന മോഡൽ നടപ്പിലാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് രേവന്ത് റെഡ്ഡി പരസ്യമായി പറയുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നൽകുന്ന മുന്നറിയിപ്പായി കരുതുന്നവരുമുണ്ട്. ഹൈക്കമാൻഡുമായി അത്ര നല്ല ബന്ധത്തിലല്ലാത്ത രേവന്ത് ഭാവിയിൽ തനിക്ക് നേരെ പാർട്ടിയിൽ നിന്ന് നീക്കങ്ങൾ ഉണ്ടായാൽ BJP എന്ന സുരക്ഷിത താവള ലക്ഷ്യമിടുന്നുണ്ടോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP തെലങ്കാനയിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ രേവന്തിനെ പോലെ ഒരു മാസ് നേതാവ് കൂടെ എത്തിയാൽ ഭരണം പിടിക്കുക എളുപ്പമാണെന്നും മോദിയും അമിത്ഷായും കരുതുന്നു. മോദിയുടെ ഓഫറിനോട് ചിരിയോടെ പ്രതികരിച്ച രേവന്ത് റെഡ്ഡി തന്റെ നിലപാടിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. മാത്രമല്ല BJPയുടെ അടുത്ത ലക്ഷ്യം തെലങ്കാനയെന്ന് മുതിർന്ന BJP നേതാവും പാർലമെന്റ് അംഗവുമായ DK അരുണ പറഞ്ഞതും കോൺഗ്രസിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടി സജീവമായി തയ്യാറെടുക്കുകയാണെന്നും അവർ അവകാശപ്പെട്ടു. അതിനാൽ നരേന്ദ്രമോദിയുടെ ഈ ഒരു പ്രസ്താവന തമാശയായി മാത്രം കാണാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അതിനാൽ നരേന്ദ്രമോദിയും രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ഈ ഒരു സംഭാഷണം തമാശയായി മാത്രം കാണാൻ കഴിയില്ലെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP പയറ്റുന്ന ഓപ്പറേഷൻ താമര തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയിലൂടെ നടപ്പിലാകുമോ എന്നാണ് ഇനി അറിയേണ്ടുന്നത്. രേവന്തിന്റെ പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രിയോടുള്ള ബഹുമാനവും വികസന കാര്യങ്ങളിലെ ഒത്തുതീർപ്പ് മനോഭാവവും പ്രകടമായിരുന്നു. ഇത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഗുജറാത്തിനെ പിന്തുണച്ചതുപോലെ തെലങ്കാനയും പിന്തുണയ്ക്കണമെന്ന് രേവന്ത് ആവശ്യപ്പെട്ടപ്പോൾ മൻമോഹൻ സിംഗ് നൽകിയതിനേക്കാൾ വലിയ തുക താൻ നൽകാമെന്ന് മോദി പറഞ്ഞു. ഈ കൊടുക്കൽ വാങ്ങലുകൾ രാഷ്ട്രീയമായ ഒരു ധാരണയുടെ തുടക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തെലങ്കാനയിൽ BJPക്ക് ഭരണത്തിലെത്താൻ രേവന്തിനെ പോലെ ഒരു കരുത്തൻ അനിവാര്യമാണ്. നിലവിൽ BJPക്കുള്ള നേതൃത്വ പ്രതിസന്ധി പരിഹരിക്കാൻ രേവന്തിന്റെ വരവ് സഹായിക്കുമെന്നും കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നു. രേവന്തിന്റെ RSS പശ്ചാത്തലം അദ്ദേഹത്തിന് BJPയിലേക്ക് മടങ്ങാനുള്ള പാത എളുപ്പമാക്കുകയും ചെയ്യുന്നു. എന്നാൽ മുൻപ് നിയമസഭാ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പിണറായിക്ക് രേവന്ത് റെഡ്ഡി കത്തെഴുതിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തരം ചർച്ചകളെ എതിർക്കുന്നവരുമുണ്ട്.